ഇങ്ങനെയാടാ കഥ പറഞ്ഞു കാരണം പോലീസുകാർ വന്നാൽ ഇതിന് ഫോഴ്സിന് ഇടിച്ച് കയറും ഇവിടെ. സാറ് കൊലപാതക കുറ്റത്തിന് സമ്മാനം പറയേണ്ടി വരും. സാറേ ഇവിടുത്തെ വിദ്യാർത്ഥികളെ മാത്രം നിങ്ങൾ നിയന്ത്രിച്ചാൽ പോരാ, അധ്യാപകരെ കൂടി നിയന്ത്രിക്കണം. നിങ്ങൾ കാര്യം പറഞ്ഞു തൊലയാടെ പെട്ടെന്ന്. സാറ് ഒരുത്ത സയൻസ് വിഷയം എടുത്തെന്ന് പറഞ്ഞാൽ അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കരുത് സാറേ. പക്ഷെ സാറ് ഇതിന് കൂട്ടിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആര് പിടിപ്പിച്ച് എപ്പോൾ പിടിപ്പിച്ച് യാത് കുട്ടിയെ പിടിച്ചു. സാറേ ഒരു റെക്കോർഡ് ബുക്ക് ഒപ്പിടാൻ ചെന്നപ്പോൾ ഇവിടുത്തെ ഫിസിക്സ് സാർ ആ കുട്ടീന്റെ പുസ്തകം എടുത്ത് വലിച്ചെറിഞ്ഞെന്ന്. അതാണാ പീഡനം. പിന്നെ ഇവിടുന്നല്ലാതെ ആ പേരാണ് ആത്മഹത്യ. സാറേ കൈയിന്റെ അരമ്പൊക്കെ മുറിച്ചിട്ട് അവിടെ കിടന്ന് ചോരയൊക്കെ എടുത്ത് കുളിച്ച് കിടക്കാൻ സാറ് ചെന്ന് കാണാൻ. സാർ അവിടെ പോയി കാണാനാ? എടാ സാർ അവിടെ ചെന്നല്ലേ ഈ അവന്മാരെല്ലാം കൂടെ പ്രാന്തെടുത്തിക്കാണ് നാട്ടുകാർ. എന്തായാലും റെഡിയാക്കും അവസാനം. രക്തം തളം കെട്ടി കിടക്കണ കണ്ടിട്ട് പടച്ചോനെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ കയ്യിൽ ഞരമ്പ് മുറിച്ച പിന്നെ കയ്യിൽ നിന്ന് പാലൂരി ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ആ മറ്റേ ഫിസിക്സ് വാദ്യാരുണ്ടല്ലേ, അയാളെ വിളിച്ചോണ്ട് നേരെ അവൻ്റെ വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോവാം. കറക്റ്റ്. എന്താ അവന് അങ്ങനെ കൊണ്ട് പോയാലേ സാറിനെ കൊണ്ട് പൊക്കെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. രണ്ടുപേരെയും കൂടെ പിടിച്ച് പോലീസിനകത്തിടുകയും ചെയ്യും. നല്ല ഉഗ്ര ശിക്ഷനെ കിട്ടുകയും ചെയ്യും. സാറിന് അങ്ങനെ പ്രേരണ കുറ്റത്തിന് അത്രയും ശിക്ഷയൊന്നുമില്ല. 1 വർഷം തടവും പിന്നെ കുറച്ച് കാശ് കൊടുത്താൽ മതി. പിന്നെ അല്ല 365 ഇങ്ങനത്തെ കേസ് ഉണ്ടായി 84 ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട്. കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ, ഗവൺമെന്റ് കോളേജിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ട് 302 വകുപ്പ് അടിച്ചത്. 365 ഏത് വകുപ്പായാലും സംഗതി ഇത് പോക്കാണ്. ഇനി വരണർത്ത് വെച്ച് വരട്ടെ. കോടതിക്ക് കോടതി, ജയിലെങ്കിൽ ജയിൽ. ആദ്യം നിന്റെ ഫിസിക്സും പാത്തേരെ എനിക്കൊന്ന് കാണും. കുമാരാ എവിടെ? മരണത്തിന് വിളിച്ചാൽ 16 അടിയന്തരത്തിനേ വരുള്ളൂ. സമാനപ്പെടും. നമ്മൾ ആദ്യം അവന്റെ വീട് വരെ പോയി ഒന്ന് സംസാരിക്കാം. വിളിക്കോ? പക്ഷെ ഈ കാര്യം ഞാൻ അറിഞ്ഞായിട്ട് അവിടെ പറയരുത്. സാറിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുമോ? പറ്റുമെങ്കിൽ അവന് ഓട്ടോ ഗേറ്റിംഗ് കൊണ്ടുവരാം. അതിന് വീട്ടുകാർ സമ്മതിക്കുമോ? അത് നമുക്ക് പറഞ്ഞ് ശരിയാക്കാന്ന്. അത് പറ്റുമെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് ബുക്ക് കൊണ്ടുവരാം ഒപ്പിടാനുള്ള. പിന്നെ അവന്റെ ആത്മഹത്യക്കുറിപ്പ് അതും സംഘടിപ്പിക്കാം. ഗുഡ് ഐഡിയ ആണ്. സൂപ്പർ ഐഡിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ ആത്മഹത്യാ പ്രവണത അതോടെ ഇല്ലാതെയും ചെയ്യും. അതെ അതെ. ഗുഡ്. യുവർ ഐഡിയ ഈസ് വെരി നൈസ്. ഈ ഐഡിയ കൊള്ളാം സാറേ. ഫിസിക്സ് സാർ ഇവന്റെ ഈ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിലാ റെക്കോർഡ് ബുക്കിൽ. എന്നാ പിന്നെ ഒപ്പിട്ടില്ലെങ്കിലാ എങ്കിൽ ഈ സ്ഥാപനത്തിൽ 6 മാസം അയാൾ ഒപ്പിടൂല. സസ്പെൻഷൻ അടിച്ച് ഞാൻ കൈ കൊടുക്കും. അത് ഞാൻ അയാളൊന്ന് കാണട്ടെ. ഞങ്ങൾ പോയി വരാം. അവനെ കൊണ്ടുവരാം. ശരി വിളിച്ചോണ്ട് വാ. നയത്തില് പറഞ്ഞു കേട്ടാ. എവിടെ പോണ്? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിൽ പോകണ്ട. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണതിന് മുമ്പേ ഞാൻ നല്ല വക്കീലിനെ കണ്ട് മുൻകൂർ ജാമ്യം എടുക്കും. സാറിന് പറ്റി? സാറിന് ആരോടാ സംസാരിക്കുന്നത്? അത് ഞാൻ പുണ്യാളെ ചമയല്ലേ. ഇയാൾ ഇവിടെ ഒരു ചെറുക്കൻ്റെ റെക്കോർഡ് ബുക്ക് വലിച്ചെറിഞ്ഞായിരുന്നാ? എറിഞ്ഞായിരുന്നു. കൃത്യമായി എഴുതാത്ത ബുക്ക് ഞാൻ ഒപ്പിടത്തില്ല. കൃത്രിമം കാണിച്ചാൽ ഞാൻ വലിച്ചെറിയും. അവനെ ഞാനിന്ന് ക്ലാസ്സിലും കേട്ടത്തില്ല. അതിന് ഇയാൾ പള ഉണ്ടായിട്ടുണ്ട് അവനെ ക്ലാസ്സിൽ കയറ്റാൻ. അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. കാരണം ഇയാളാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പേരെഴുതി വെച്ചിട്ടുണ്ട്. ചാര അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ചാര വിളിക്കും. അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് തന്നെ. ഞാൻ പിന്നെ ഈ കോളേജിൽ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞിട്ട് ഇരിക്കണത്തിന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ആ ചെറുക്കൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് വീട്ടുകാരെ ഭാഗ്യം ചത്തില്ല. അന്വേഷണം വന്ന സസ്പെൻഷൻ ഉറപ്പ്, ശിക്ഷ ഉറപ്പ്. അയ്യോ സാർ, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞോ സാർ? പരിഹാരം ഒന്നേ ഉള്ളൂ. ആ ചെറുക്കൻ്റെ വീട്ടുകാരെ കണ്ട് കാല് പിടിച്ച് ക്ഷമ വയ്ക്കുക. ചോദിക്കാം സാർ. പക്ഷെ നടക്കുമെന്ന് തോന്നില്ല. അതിനും എല്ലാവരും കൂടെ അയാൾ അടിച്ച് കൊല്ലൂല. പിന്നെ അങ്ങനെ ക്ഷമ വയ്ക്കണം സാറേ? എനിക്ക് ആകെ ഭയം തോന്നുന്നു. പിന്നെ എനിക്ക് ധൈര്യമാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം. ഞാനേ ചെറുക്കനെ വിളിക്കാൻ വേണ്ടി ഒറിജിനൽ ടീമിനെ വിട്ടിട്ടുണ്ട്. ആ മറിഞ്ഞ് വരട്ടെ. അവരുടെ കൂടെ വിടുവോ അവനെ? എന്താ സാർ? ഇത് പോലീസ് ജീപ്പിന്റെ ശബ്ദമല്ലേ കേട്ടത്? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ട്. പോലീസ് വന്ന് ഈ കാര്യത്തിനെ പറ്റി അന്വേഷിച്ച പ്രിൻസിപ്പാൾ ഈ സംഗതി അറിഞ്ഞിട്ടില്ല. എന്റെ പേര് പറയരുത്. തന്നെ താനെ അനുഭവിച്ചോണ്ടാ മതി. എനിക്കൊന്നും അറിഞ്ഞു. പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഒന്നും മിണ്ടരുത്. വെറുതെ അന്തരീക്ഷത്തിലേക്ക് നോക്കി ഇങ്ങനെ നിന്നാ മതി കേട്ടോ. മൊത്തത്തിൽ മനോരോഗ്യ ലക്ഷണം വേണം കാണുമ്പോ ഇങ്ങനെ ഒന്നോണം. അതെ. അപ്പൊ കൈ ഒന്ന് പെയിൻ പിടിച്ചോ. അങ്ങനെ അയ്യോ
നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന അഥവാ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്നും അടുത്ത് പറഞ്ഞുകൂടെ? ഞങ്ങളും പറഞ്ഞു കൊടുത്തു സാർ. അനിയ നിനക്ക് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കരയാതെ നീ ആ ബുക്കിംഗ് തന്നെ. സാറേ ഒരു കാര്യം ചെയ്യും അതിൽ ഒപ്പിട്ടോട്. നീ വീട്ടിൽ പോയി റെസ്റ്റ് എടു. ക്ഷീണമൊക്കെ മാറിയിട്ട് കോളേജ് വന്നാൽ മതി കേട്ടോ. അറ്റൻഡൻസിന്റെ കാര്യമൊക്കെ ഞാൻ കയറ്റി. ആ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിനക്ക് ഫുൾ മാർക്ക് ഞാൻ തന്നിരിക്കും. വിഷമിക്കണ്ട, പൊയ്ക്കോ. ചെല്ലേ ബുക്ക് സാറോ? ആ ബുക്ക് ഞാൻ സീൽ ചെയ്ത് വെച്ചേക്കാം. ഓ നിങ്ങൾ ചെല്ലേ. ഇവിടെ സാർ ശരി. കേട്ടല്ലേ, ഇതൊരു പാഠമായിരിക്കണം. എനിക്കനെ കൊണ്ടു അറിയിക്കാൻ വേണ്ടി. നിനക്ക് സമാധാനമായില്ലല്ലേ? എന്നാലും ബുക്ക് സീൽ ചെയ്തിട്ട് വെപ്രാങ്ങടിക്കാടാ. നീ നിനക്ക് ബുക്ക് സീൽ ചെയ്ത് അങ്ങനെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നീ ഇവിടെ നോക്കണത് നേരത്തെ ഓവറായിരുന്നു. ആകാശം നോക്കാൻ പറഞ്ഞു. അതെ, ഇനി അഥവാ കോളേജിൽ വന്നാലും ഈ കെട്ടും കുട്ടൊക്കെ അയച്ചു കളഞ്ഞേ. എന്നിട്ട് കോളേജിൽ വന്നാലും കൈ മെല്ലെ ഒന്ന് താങ്ങി പിടിച്ചേക്കണം സാറിനെ കാണുമ്പോ. ഓർമ്മ ഉണ്ടല്ലോ? ആ എന്നാ വിട്ടോ. ഞാൻ നിങ്ങളെ തിരക്കി ഇറങ്ങിയതാ. ഞങ്ങൾ സാറിനെ കാത്തിരിക്കും. അല്ല ഒന്നുമില്ല സാർ. എന്താ സാർ? അല്ല, ഈ ബുക്ക് ആ പയ്യനെ എങ്ങനെയൊന്ന് ഏൽപ്പിക്കാനുള്ള മാർഗം? ഏൽപ്പിക്കാം, ഞങ്ങളെ അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ സാർ? നിങ്ങൾ ആ കത്ത് കണ്ടോ? സാറിന് കത്ത് കാണണോ? അല്ല വേണ്ട, അല്ല കാണിച്ചോടാ. കാണിക്ക സാർ. ഇതെവിടെ വായിക്കും? ശ്രദ്ധിച്ച് കേൾക്കണേ സാർ. ഓ വായിച്ചു. സ്നേഹമുള്ള വായിച്ചോ? എൻ്റെ സ്നേഹമുള്ള അച്ഛനും അമ്മയും അനിയത്തി അറിയുന്നതിന് ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണക്കാരൻ എൻ്റെ കോളേജിലെ ഫിസിക്സ് അധ്യാപകനാണ്. വായിക്കടാ. ബുക്കുമായി ചെന്നപ്പോ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു. പാവുലൈൻ സാർ സാക്ഷിയാണ്. ഇനി എനിക്ക് സഹിക്കാനാവില്ല. അച്ഛനും അമ്മയും ക്ഷമിക്കണം. അനിയത്തി ദേഷ്യം തോന്നല്ലേ എന്ന് എന്നോട് ദേഷ്യം തോന്നല്ലേ. എൻ്റെ മരണത്തിന് കാരണക്കാരനായ അധ്യാപകന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം. എന്നാലേ എൻ്റെ ആത്മാവിന് മോശം കിട്ടും. സ്നേഹത്തോടെ ഒത്തിരി ഒരുപാട് ഉമ്മ. അല്ല, നിങ്ങൾക്ക് ഈ കത്ത് എങ്ങനെ കിട്ടി? അത് പിന്നെ അച്ഛൻ മകൾക്ക് എങ്ങനെ മകൾക്ക് കിട്ടി? അത് പിന്നെ അങ്ങനെ പുസ്തകമായി? ശാസ്ത്രം പഠനം സാറേ. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലാബിൽ ചെയ്തിട്ട് റെക്കോർഡ് ബുക്ക് എഴുതുന്നതല്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കത്ത് കിട്ടും. റെക്കോർഡ് ബുക്കാണ് സാറേ, റെക്കോർഡ് ബുക്ക്. ഇതെല്ലാം റെക്കോർഡായി കിടക്കാണ്. ഈ ചെറുക്കം കഴുത്തിറക്കും, കാതിറക്കും, ഞരമ്പിറക്കും. ആത്മഹത്യ ചെയ്യുന്നത് കുറ്റമാണ്, ആത്മഹത്യ പ്രേരിപ്പിക്കുന്ന കുറ്റമാണ്.